ഭക്ഷണം കൊടുക്കണം, ആ രീതിയിൽ എല്ലാം പ്ലാൻ ചെയ്യണമെന്ന് വികാരി അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥിച്ചത്. ഒന്ന്, എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം. 2 ദിവസം പനിയായിരുന്നു. അപ്പോൾ ഇവിടെ പാട്ടുകുർബാന ചെല്ലാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞുകൂടായിരുന്നു. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. 2, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഞാനിവിടെ വന്നപ്പോഴും നല്ല ചൂടായിരുന്നു. ഇന്ന് ഒരു ദിവസമെങ്കിലും മേഘം വന്ന് ഒത്തിരി തണല് തരണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. തണലിന് വേറെ കുറച്ച് മഴയും തന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് എന്നെ അൾത്താരയിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒത്തിരി പേരെയാണ്. ആദ്യമായി എൻ്റെ മാതാപിതാക്കളെ, എന്നെ പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട്, കുർബാന പങ്കെടുപ്പിക്കാനായിട്ട് എന്നെ സഹായിച്ചത് അല്ലെങ്കിൽ എൻ്റെ കൂടെ നടന്നത് എൻ്റെ അമ്മച്ചിയാണ്. ഞാൻ സെമിനാരിയിൽ പോയതിനു ശേഷം എല്ലാ ദിവസവും അതിന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു പ്രാർത്ഥനയായിരുന്നു വൈദികരാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഞങ്ങളുടെ സഭയിൽ നിന്നല്ല, പ്രൊവിൻസിൽ നിന്നും എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥന. അത് എല്ലാ ദിവസവും കൊന്ത് കഴിയുമ്പോൾ ചൊല്ലുകയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാ ബ്രദേഴ്സിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതോടൊപ്പം എൻ്റെ വഴിയിൽ എന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ പ്രൊവിൻസിലെ എല്ലാ അച്ഛന്മാർക്കും, റെക്ടേഴ്സ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, ഇന്ന് ഞാനായിരിക്കുന്ന ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി എനിക്ക് ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല പഠിപ്പിക്കാനായിട്ട് ഉള്ള ഒരു അവസരം ഉണ്ടാകുമെന്നുള്ളത്. പക്ഷെ ഇന്ന് 17 വർഷമായിട്ട് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പല സ്ഥാപനങ്ങളിൽ, ബാംഗ്ലൂരിലുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇവിടെ നിന്നും സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു അച്ഛനുണ്ട്. അച്ഛനെ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഫോർമേഷന് സഹായിക്കാനും കളി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ് ലൂക്ക് ഇടമന. വളരെയധികം ഇൻസ്പയർ ചെയ്തു സെമിനാരിൽ പോകാനായിട്ട്. അതുപോലെ തന്നെ സെലിൻ ആൻറ്റി ഇൻസ്പിറേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ കുർബാനയ്ക്ക് കൂടെ തീർച്ചയായിട്ടും ജോയിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം എൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ ഷാമി, FCCയിലെ സിസ്റ്റർ ശാന്ത ഓക്കെ, കുർബാനയ്ക്ക് അത് ചെല്ലിക്കേൽപ്പിക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഒട്ടനവധി പേര് ഈ വേദിയിലേക്ക് നടന്നെടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന് ദിവസം ഏറ്റവും മനോഹരമായിട്ട് ഈ ഫംഗ്ഷൻ നടത്താനായിട്ട് സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ചേട്ടനെയും ചേച്ചി, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും, അതിനോട് ബന്ധപ്പെട്ട് സഹായിച്ച എല്ലാവരോടും കൃത്യമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഞങ്ങളുടെ കുടുംബത്തിന്റെ ചെറിയൊരു സമ്മാനം എന്നുള്ള നിലയിൽ വികാരി അച്ഛന് കൊടുക്കാനായിട്ട് പെങ്ങളായ ബിന്ദുവും ചേട്ടൻ ബിനോയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, Father Raju and Father Joy, for those inspiring words. We are truly honored to have shared this special moment with you. May your journey ahead be filled with joy, love and continued success. And at this juncture, I invite Father Biju and Father Joy to mark their 25 years with a little bit of sweetness.